മതപരിവർത്തന നിയമം മൂലം നിരോധിക്കാൻ നിയമനിർമ്മാണം നടത്തണമെന്ന ആവശ്യം സംസ്ഥാന സർക്കാരുകൾക്ക് മുമ്പിൽ സമർപ്പിക്കുമോ? വ്യക്തിപരമായി ഞാൻ അതിനെതിരാണ്. സംഘടനാപരമായി നിങ്ങൾ എന്ത് പറഞ്ഞാലും ഏത് സംഘടനയുമായിട്ട് യോജിക്കുന്ന മേഖലകളിലേ യോജിക്കാൻ പറ്റൂ, യോജിക്കാത്ത മേഖലയിൽ യോജിക്കാൻ പറ്റില്ല. വ്യക്തിപരമായി മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരുന്നതിന് സ്വാമി ചിദാനന്ദപുരി എതിരാണ്. ഇനി മാർഗദർശക മണ്ഡലം ഐകകണ്ഠ്യേന പ്രമേയം പാസാക്കിയാൽ ഞാനും ആ കൂട്ടത്തിലുണ്ടാവും. പക്ഷെ വ്യക്തിപരമായി അന്നും എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കും. കാരണം അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നാൽ ഇന്ന് സ്വധർമ്മത്തിലേക്ക് മടങ്ങാൻ നിൽക്കുന്ന ആയിരക്കണക്കിന് പേരുണ്ട്, പതിനായിരക്കണക്കിന് പേരുണ്ട്. അവർക്ക് മടങ്ങി വരാൻ പറ്റാത്ത അവസ്ഥ വരും. ഞങ്ങൾ കടന്നു ചെന്നത് പൊള്ള വാഗ്ദാനങ്ങൾ കേട്ടിട്ടാണ് എന്ന് തിരിച്ചറിഞ്ഞ് വരുന്നവർ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. വരും ഭാവിയിൽ നിങ്ങൾക്ക് കാണാം അവരുടെ എണ്ണം ശതഗുണീഭവിക്കും. അത്രയ്ക്കധികം മഹാത്മാക്കൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മലപ്പുറത്തുനിന്നൊരാൾ മതം മാറി. ഈ ഏകത്വത്തിൻ്റെ, മഹത്വത്തിൻ്റെ, സ്നേഹത്തിൻ്റെയൊക്കെ മതത്തിലേക്ക് വിഗ്രഹോപാസനയെ എതിർത്തും കൊണ്ട്, വിഗ്രഹോപാസന പാപമാണെന്ന് പറഞ്ഞും കൊണ്ട് അങ്ങനെ പോയി. അയാളുടെ ഉള്ളിൽ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഒന്ന് ഹജ്ജ് ചെയ്യണം. അങ്ങനെ അയാൾ ഹജ്ജ് ചെയ്തു. ഹജ്ജ് ചെയ്തതിന് ശേഷം അയാൾ നേരെ വന്നത്, നിങ്ങളോട് ഒരു വാക്ക് പറയാം, ഞാൻ സത്യങ്ങളെല്ലാം പറയാറില്ല, അധികവും സത്യം പറയാറില്ല, പക്ഷേ കള്ളം പറയില്ല എന്ന മഹാവ്രതത്തിൽ ജീവിക്കുന്ന ആളാണ്. അതുകൊണ്ട് കള്ളം പറയില്ല, ഉറപ്പാണ്. കൂടുതൽ സത്യം പറയാതിരിക്കും കേട്ടോ. ചിദാനന്ദപുരി സ്വാമി സത്യം പറയുന്ന ആരും പറഞ്ഞേക്കരുത്, സത്യം പറയില്ല, പക്ഷെ കള്ളം പറയില്ല, ഉറപ്പാണ്. അദ്ദേഹം ഹജ്ജ് ചെയ്ത് കഴിഞ്ഞ് നേരെ വന്നത് എൻ്റെ അടുത്തേക്കാണ്. സ്വാമി എനിക്ക് ഹിന്ദു ആവണം. എടേ നീ ഇവിടുന്ന് അങ്ങോട്ട് പോയതല്ലേ? അല്ല സ്വാമി, ഇവിടുത്തതൊക്കെ തന്നെ അവിടെയെന്ന് ഞാൻ പോയപ്പോൾ മനസ്സിലാക്കിയില്ലേ. അവിടെയും പ്രദക്ഷിണം തന്നെയാണ്, അവിടെയും കല്ലിന് മുമ്പിലാണ് ചുംബനം ചെയ്യുന്നത്, അവിടെയും തീർത്ഥമാണ് എടുക്കുന്നത്, പിന്നെ ഞാൻ എന്തിനാ പോയത്? നിനക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. മനസ്സാർക്കും പണയം വെക്കണ്ട, മനസ്സിൽ ഒന്നാം തരം ഹിന്ദുവായി ജീവിച്ചോളൂ, നല്ല ദിവസവും നമഃശിവായ ജപിച്ചോളൂ, പുറത്ത് നീ മതം മാറണ്ട. മാറണമെങ്കിൽ മലപ്പുറം ജില്ലയിലുള്ള നിൻ്റെ സ്വത്ത് മുഴുവൻ മെല്ലെ 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 വിറ്റ് പണം മുഴുവൻ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വളരെ ബുദ്ധിപൂർവമായിട്ട് മാറി താമസിച്ചിട്ട് രഹസ്യമായി നമുക്ക് ചെയ്യാം, പരസ്യമായിട്ട് ചെയ്യേണ്ട അപകടമാണ്. അതുകൊണ്ട് നീ പുറമെ ഇങ്ങനെയൊക്കെ തന്നെ ജീവിച്ചോ, പള്ളിയിൽ പോയിട്ട് യോഗാസനങ്ങൾ ചെയ്യാമെന്ന് സങ്കല്പിച്ചാൽ മതി എന്നെല്ലാം പറഞ്ഞു കൊടുത്തു. ഇത് സത്യമാണ് പറയുന്നത്. അയാൾ എനിക്ക് വേണമെങ്കിൽ അനായാസേന ആര്യസമാജത്തിലേക്ക് പറഞ്ഞയച്ചിട്ട് മതമാറ്റ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊടുക്കാമായിരുന്നു, ഞാൻ ചെയ്തിട്ടില്ല. അത് കുറ്റമാണെന്ന് നിങ്ങൾ ആരോപിക്കരുത്. പ്രായോഗികത എന്നൊന്നുണ്ട്. എന്തുകൊണ്ട് അയാൾ തിരിച്ചു വരാൻ തയ്യാറായി? അവിടെ പോയി അവിടെ ക്ഷേത്രാരാധന നേരിട്ട് മനസ്സിലായപ്പോൾ തയ്യാറായി. എന്തുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് തയ്യാറാവുന്നു? ഇവിടെ അധസ്ഥിതനാണെന്ന് പറഞ്ഞതിൽ നിന്ന് മാറിയപ്പോൾ ഞാൻ ഇപ്പോഴും ദളിത് ക്രൈസ്തവനാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ചു വരാൻ തയ്യാറാവും. നമ്മുടെ സ്നേഹം മാത്രം മതി, നമ്മുടെ സഹോദര സ്പർശം മതി. അപ്പോൾ ആ തിരിച്ചു വരവിനെ തടയുന്ന ഒരു നിയമത്തിനും ഞാൻ അനുകൂലമല്ല. അതുകൊണ്ട് ഭാരതത്തിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പ്രത്യേകം സംരക്ഷിക്കപ്പെട്ട വിഭാഗങ്ങളിൽ നിന്ന് മതം മാറ്റം പാടില്ല എന്ന് നിയമം കൊണ്ടുവന്നാൽ അതിന് ഞാൻ അനുകൂലമാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബിൽ നിന്ന് മതം മാറ്റം പാടില്ല എന്ന് നിയമം കൊണ്ടുവന്നാൽ ചിദാനന്ദപുരി സ്വാമി അതിനനുകൂലമാണ്. അല്ലാതെ മതം മാറ്റ നിരോധന നിയമം കൊണ്ടുവരുന്നതിനെ ഞാൻ വ്യക്തിപരമായി അനുകൂലിക്കില്ല. മാർഗദർശക മണ്ഡലം ഒറ്റക്കെട്ടായി തീരുമാനമെടുത്താൽ അതിൽ വിയോജനക്കുറിപ്പോടുകൂടി ഞാനും യോജിക്കും. കാരണം സംഘടനാ വ്യക്തിത്വമുണ്ട്, തുറന്നു പറയുകയാണ്. ഈ പറഞ്ഞതിനോട് വിയോജിപ്പുള്ളവരുണ്ടാവും, യോജിപ്പുള്ളവരുണ്ടാവും. ഈ പറഞ്ഞതിൻ്റെ അർത്ഥാധിക്യം നിങ്ങൾ കാണും ഏതാനും ദശകങ്ങളെ കൊണ്ട്. കാരണം ഇപ്പം തന്നെ ധാരാളം പേര് ആര്യസമാജത്തിലൂടെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ധാരാളം പേര്. അടുത്ത
2-3 മാസം കഴിയുമ്പോഴത്തേക്ക് കേരളത്തിലൊരു 100 ചില്ലുവാൻ പേര് ഒന്നിച്ചിങ്ങോട്ട് വരും. ഉറപ്പിച്ച് പറയുന്നു, ഒന്നിച്ചിങ്ങോട്ട് വരും. അതൊരു ചടങ്ങായി തന്നെ നടത്തും. അത് കൺവെർഷൻ അല്ല, അത് റീകൺവെർഷൻ അല്ല, അത് ഡീകൺവെർഷനാണ്. നിങ്ങൾ പുതിയ വാക്കും കൊണ്ട് വരണ്ടെന്നാരും പറയേണ്ട, വസ്തുതയത്. ഹിപ്നോട്ടൈസ് ചെയ്യപ്പെട്ട ഒരാളെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ സൈക്കോളജിയിൽ ഡീ ഹിപ്നോട്ടൈസേഷനേ വഴിയുള്ളൂ, വേറെ വഴിയൊന്നുമില്ല.